ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വിരുന്നേരൊക്കെ വന്ന ഒരു വിശേഷങ്ങളാണ് കേട്ടോ. വിരുന്നേര് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ളവരാണ് കേട്ടോ. ഉപ്പയും ഉമ്മയും പിന്നെ അനിയൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ രാവിലെ തന്നെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്, സൺഡേ ആണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായത്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇഷുമോന് നേരത്തെ നീറ്റിട്ടോ. ജസമോളോ അവന് നേരത്തെ നീറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു മടിയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അവന് നേരത്തെ ഒന്ന് സ്കൂളിൽ കുറച്ച് നേരം കൂടി കിടക്കാതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവനക്ക് ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ടുള്ള പൊരിച്ചിട്ടുള്ളത് വേണം പറഞ്ഞപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യട്ടെ. രാവിലെ തന്നെ ചായയും അതും കൂടിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്ക് റെസിപ്പിയാണ്. യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ അവൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇത് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊരു അല്പം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പൊന്നിത് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് പൊരിക്കുമ്പോഴത്തേനും അവർ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ ചിത്രമൊക്കെ വരച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷുമോന് ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ. നീറ്റ് ആ ഒരു മടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ കുടിച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല അടിപൊളി ഒരു ചെറുപയറിൻ്റെ പായസത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല കോഴിക്കോടൻ ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുപയർ പായസം ഉണ്ടാക്കാനുള്ള ചെറുപയറൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ മാങ്ങ കൂട്ടാനും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പോൾ ലാസ്റ്റത്തെ മാങ്ങ കേട്ടോ. നമ്മളത് ഫ്രീസറിൽ ഇങ്ങനെ കവറിലാക്കി ഇങ്ങനെ വെക്കുക ചെയ്യുക. പിന്നെ ഓരോ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണിത്. അപ്പോൾ ബീഫ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2.5 കിലോനോളം ബീഫ് ഉണ്ട് കേട്ടോ അത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 6 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് 1 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ഏത് പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് അപ്പോൾ ബീഫ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കല്ലുപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 6 സവാളയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 5 സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സവാള ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിൽ കൂടെ ഒരു 2 സവാളയും കൂടി അരിഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ്, അത്യാവശ്യം പുളിയുള്ള തക്കാളി തന്നെയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒരു 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകും ചെറിയ ഉള്ളിയും ജീരകം ഒക്കെ ഉള്ള ആ ഒരു മിക്സിയിൽ, അപ്പോൾ അത് ഇതിലേക്ക് ഞാനൊരു മുക്കാലോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് ഇതിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് ചോറൊക്കെ വേവിക്കുന്ന സമയത്ത് ഇടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇതിലേക്ക് ഞാൻ ഈ ഒരു ഇറച്ചിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മേലുള്ള ആ ഒരു തക്കാളി ഉള്ളി സവാളൊക്കെ ഇല്ലേ അതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക, ബീഫ് കൂട്ടാതെ.
പിന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നിച്ച് ബീഫും ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ കൂട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പോഴും തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിരിയാണിയിൽ പുളി നല്ല മുന്തി നിൽക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ ചെറുപയർ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസറിൽ നിന്ന് അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 3 സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ല മഴ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. കുട്ടികൾ ഇതാ ഇവിടെ ബാക്കിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ബബിൾസൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കുന്നുണ്ട്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ അത് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ബിരിയാണിയിൽ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നത് ഇഷ്ടം കേട്ടോ. പക്ഷേ എനിക്ക് ഇതിൽ അണ്ടിപ്പരിപ്പ് മാത്രം ഇഷ്ടമാണ്. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം ബീഫിൽ ഇരുന്നിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫൊക്കെ നിങ്ങളുടെ ആ ഒരു വേവിനനുസരിച്ചിട്ട് കുക്കറിൻ്റെ വിസിലൊക്കെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ കുക്കറിൽ. കുക്കറിലൊക്കെ 2 വിസിൽ മതി, ചിലതിൽ 4-5 വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കട്ടോ. അത്യാവശ്യം വേവണം നമ്മുടെ ഒരു ബീഫ്, അപ്പോഴാണ് നമ്മുടെ ഒരു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അതിലത്തെ എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയാകുമ്പോൾ ഒന്നും കൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കിലോനോളം അരി എടുത്തിട്ടാണത് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് സ്പൈസസൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണോളം നമ്മൾ ആ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിട്ട് നല്ലതൊന്ന് ചൂടായിട്ട് ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അരി വറുത്തിട്ട് ഇതുപോലെ വറുത്തിട്ടിടുക, അല്ലെങ്കിൽ വറുക്കാതെയും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അരിയിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും ബിരിയാണി ആണെങ്കിൽ നെയ്ച്ചോറാണ് വേവിക്കുമ്പോൾ ഇതുപോലെ അരി ഒന്നുകൊണ്ട് വറുത്തെടുക്കട്ടെ, എന്നിട്ടാണ് വേവിച്ചെടുക്കാറ്. അപ്പോൾ കൈമ റൈസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ 1.5 കിലോനോളം അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ രീതിയിലാണ് ഞാൻ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണിക്കുള്ള അരിയാണെങ്കിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എങ്ങനെ എടുക്കാറോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ചിലർ 1.5 കപ്പ്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമൊക്കെ എടുക്കാറ്. അപ്പോൾ ഞാനിങ്ങനെയാണ് റെഡിയാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വിസിലവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അരി ഞാൻ നല്ല രീതിയിൽ തന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിതാ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം, അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കുക, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ രീതിയിലാണ് ഞാൻ എടുക്കാറ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ 2 കൂടെ ഒന്ന് ദം ചെയ്യുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ അവിടെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയി കാണിക്കാൻ, പിന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തായി പോവുള്ളൂ. പിന്നെ പായസത്തേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
നമ്മൾ തലേദിവസം തന്നെ ഒരുവിധം പണികളൊക്കെ കഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ വിരുന്നുകാരുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പണികളൊക്കെ തീർക്കാൻ പറ്റും. ഇതുപോലെ ചിക്കനൊക്കെ മസാല പറ്റി വെക്കുക, അതുപോലെ സവാളയുടെ ഒക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വെക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ അതൊക്കെ തൊലിഞ്ഞ് കളഞ്ഞ് വെക്കുക കേട്ടോ. ചിലർക്കും ചതച്ച് ഫീസറിൽ വെക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഞാനിവിടെ ഒന്നിച്ച് അങ്ങനെ ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഫീസറിൽ ഉണ്ടാക്കി വെക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ബീഫും ഇവിടെ വിസിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് ജസ്റ്റ് അമർത്തുമ്പോൾ നല്ല രീതിയിൽ അതിങ്ങനെ നല്ല വെന്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ബീഫൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു ബിരിയാണിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പാൻ എടുത്തിട്ട് ഇനി നമുക്ക് ദം ചെയ്യുന്നത് ഏത് പാത്രത്തിൽ ആ ഒരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ചതച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുണ്ട് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അല്പം അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അത് വേവിക്കുന്ന സമയത്ത്, പക്ഷേ എന്നാലും ഇതിൽ നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഒരു ചെറുപയർ ഞാൻ ചെറിയൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ചെറുപയർ ഇങ്ങനെ വേറിട്ടിട്ട് ആ ഒരു തേങ്ങാപ്പാൽ ഇങ്ങനെ പൊന്തിക്കെടുക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉടച്ച് കൊടുക്കണം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഇതിൽ കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ഇതിലേക്ക് അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുക്കുണ്ടെങ്കിൽ ചുക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ശർക്കരയൊക്കെ നമ്മുടെ ആ ചെറുപ്പയിൽ നല്ല രീതിയിൽ തന്നെ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ പാകമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 പാൽ 2 പാൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ പാൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിടുക. അപ്പോൾ ഞാനിവിടെ തേങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് തേങ്ങാക്കൊത്താണ് ഇതിലേക്കൊന്ന് വറുത്തിടുന്നത്. നെയ്യിൽ വറുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമാണ്. അതിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അതും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പായസത്തേക്കിലേക്കുള്ള ആ ഒരു തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിലൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റിൽ നോക്കട്ടെ. കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും ഇതിൻ്റെ മീതയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. വേണമെങ്കിൽ ഇതിൻ്റെ മീതെ കുറച്ച് മല്ലിയില ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്നില്ല. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ചോറും കൂടിയും ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കോഴിക്കോടൻ ബീഫ് ബിരിയാണി ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്.
അപ്പോൾ അതാ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മീതെ ഞാൻ എന്താ ബാക്കിയുള്ള ഒരു ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ് മുതിരയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മീതെ ഒന്നോ രണ്ടോ ടീസ്പൂണോളം നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചത് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ആ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം അത് ഇതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോഴേ നല്ല ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ റൈസിൽ ചോറിലേക്ക് എത്തിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഒരു ബിരിയാണിക്ക്. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മാങ്ങാക്കൂട്ടാനും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടില്ല. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തത്, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്കിത് ഒന്ന് വിളമ്പി എടുക്കണം. എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരും ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല. ആർക്കും അതിൻ്റെ വീഡിയോൻ്റെ മുന്നിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള ചോറ് ഞങ്ങൾ ആദ്യം ഒന്ന് കൊടുത്തിട്ട് അതിന് ശേഷമാണ് പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചത്. അപ്പോൾ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരത്തെ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർക്കുള്ള കേക്കും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഇതും ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പി. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിലായി കാണിക്കാതെ കേട്ടോ. അപ്പോൾ ഞാൻ കേക്കും ഞാൻ പാനിൽ തന്നെ വെക്കാറ് കേട്ടോ, ഓവനിലൊന്നല്ല വെക്കാറ്. അങ്ങനെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ കുട്ടികളവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ചായയൊക്കെ ഒന്ന് കൊടുക്കട്ടെ. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ക്ഷീണമായിട്ട് മക്കൾക്ക് കേട്ടോ. പിന്നെ ഇവിടെ വെട്ട് കേക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ക്രീമൊന്നും ഇല്ലാണ്ട് അങ്ങനെ കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോവുകയാണ്. ഉപ്പയും ഉമ്മയും നാത്തൂനൊക്കെ കുട്ടികളൊക്കെ പോവുകയാണ് കേട്ടോ. അവർ പോയ ശേഷം ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ. നല്ല കളിയും ചെറിയ വർത്താനൊക്കെ ആയിട്ട്. അപ്പോൾ അതാ ഉപ്പ വരുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ. താത്ത കൊടുത്തയച്ചതാണ് റോസ്. വൈറ്റ് റോസുണ്ട്, പിന്നെ റെഡും ഉണ്ട് കേട്ടോ. പിന്നെ വേറെ 2 വൈറ്റ് പൂവൊക്കെ ഉള്ള വേറെ 2 ചെടികളുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇക്കാക്ക് ഒരു ചേച്ചി കൊടുത്താണ് കേട്ടോ ഈ ഒരു ചെടി. ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ കിട്ടണമെന്ന് വിചാരിച്ച സമയത്താണ് ഇത് കിട്ടിയത് കേട്ടോ. പിന്നെ ഇത് 2 ഇവിടെ ഉള്ള ചെടികൾ തന്നെയാണ്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ബോഗൺവില്ല ഒന്ന് ചട്ടി അങ്ങോട്ട് മറിഞ്ഞിട്ട് ചട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടിയതല്ല, പൊട്ടിച്ചതാണ് കേട്ടോ. കാരണം നമ്മുടെ കറണ്ട് കമ്പിമൊക്കെ നിൽക്കുന്ന ആ ഒരു കൊമ്പുകളൊക്കെ വെട്ടുന്ന 2 ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ കൊമ്പൊക്കെ വെട്ടിയത് ആ ചട്ടിയുടെ മേൽക്കാണ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ ആ തോട്ടി കൊണ്ട് തന്നെ വലിച്ചപ്പോൾ അതങ്ങോട്ട് താഴെ വീണ് പൊട്ടി. പിന്നെ അതവർ അങ്ങനെ ഇട്ട് പോയി കേട്ടോ. ഇത്തെ ചട്ടിക്കാർ മാറ്റിയിട്ട് ദൂരേക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും അവിടെ കാണാണ്ടായിരുന്നില്ല. ഈ ചെടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. ഇത് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ.